ഇതാണ്. ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ 8ാം ക്ലാസ്സിന്റെ ഒന്നാമത്തെ യൂണിറ്റിത്തെ 2ാമത്തെ കഥയാണ് എടുക്കാൻ പോണത്. ഗ്യാൻ മാർഗ്, ജ്ഞാനത്തിന്റെ മാർഗം കൂടെ. ഈ കഥ എഴുതിയതാണ് അസ്കർ ബജഹത്. എഴുതിയതാണ്. അതിന്റെ മുമ്പേ നമുക്കൊരു കാർട്ടൂൺ കാണാം. അല്ലെ, ഒരു കാർട്ടൂൺ ഉണ്ട്. എന്താണ് കാർട്ടൂണിൽ കാണുന്നത്? പോൽ ഖുൽഗയ. എന്താണ് പോൽ പറഞ്ഞ? കള്ളി വെളിച്ചത്തിലാണ്. അത് തുറന്നു. കള്ളി എന്തോ കള്ളത്തരം ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു. കള്ളത്തരം പൊളിയണേനാണ് പോൽ ഖുൽഗയ. പുൽ പറഞ്ഞ തുറന്നു. അപ്പൊ ഇവിടെ എന്താ കള്ളത്തരമാണ് പൊളിഞ്ഞത്? നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ജ്ഞാനത്തിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ പാഠത്തില് അല്ലെ പറഞ്ഞത്? കഴിഞ്ഞ പാഠത്തില് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അക്ബറിന് ആരാണ് പഠിപ്പിക്കുക? അപ്പൊ നമ്മളെല്ലാരും ടീച്ചേഴ്സും ആണ്, നമ്മള് സ്റ്റുഡൻസും ആണ്, അല്ലെ? അപ്പൊ അതുപോലെ ഇവിടെ നമ്മളുടെ അറിവാണ് പ്രധാനം. നമ്മളുടെ പുറം ഭംഗി, നമ്മളുടെ അപ്പിയറൻസ് അല്ല നമ്മള് വിലയിരുത്തണത്. പോൽ ഖുൽഗയ, ഈ പത്ര മുझे कौन पढ़कर सुनाएगा? എന്നൊക്കെ ഒരാള് കത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. പത്ര പറഞ്ഞ കത്ത്. പിന്നീട് അയാൾക്ക് വായിക്കാനൊന്നും അറിയില്ല. അപ്പോ അത് പതുക്കെ ആരെങ്കിലും വായിക്കാൻ അറിയണവരെ പതുക്കെ നടന്നു പോവാണ് അയാള്. വഴിയിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇത് വായിപ്പിക്കാച്ചിട്ട്. അപ്പൊ വായിപ്പിക്കാൻ ആരെങ്കിലും വഴിയിൽ കാണുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കാണ് നടന്നിട്ട്. ഇത് ആരാ എനിക്ക് പഠിച്ച് കേൾപ്പിച്ചു തരാം? കോൻ പഠിക്ക സുനായക. ഷായദ് വഹ് ആദ്മി മേരി മദത് കർ സക്കേഗ. അപ്പൊ ഒരാൾ തൊപ്പി നല്ല ടിപ് ടോപ്പിലൊക്കെ വരുന്നുണ്ട്, ഷർട്ടും ഇതൊക്കെ എന്താണ് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട്. ചിലപ്പോൾ, ഷായദ് പറഞ്ഞ ചിലപ്പോൾ, ആ വ്യക്തി വഹ് ആദ്മി മേരി മദത് കർ, ആ വ്യക്തിന്റെ സഹായം ചെയ്യാൻ പറ്റുന്നു. മാഫ് കർണ യാർ മുझे പഠന നഹി ആത. അടുത്തതിൽ നോക്കിക്കേ, എന്താ പറയണത്? മാഫ് കർണ യാർ മുझे പഠന നഹി ആത്ത. അയ്യോ, ഇനി ക്ഷമിക്കൂ. മാഫ് കർണ ക്ഷമിക്കൂ, എനിക്ക് പഠന, എനിക്ക് വായിക്കാൻ അറിയില്ല. തുമ്നെ സർ പർ പഗടി ജോ ബാന്ധി ഹൈ സോച്ചാ കി തും വിദ്വാൻ ഹോ. ഇയാളെ ലുക്കൊക്കെ കണ്ടിട്ട്, പഗടി പറഞ്ഞ ആ തലപ്പാവൊക്കെ വെച്ച് കണ്ടപ്പോ എന്താണ്, ഒരു അറിവുള്ള ഒരാളുടെ ജ്ഞാനിയാണെന്ന്, പണ്ഡിതനാണ്, വിദ്വാനാണെന്നൊക്കെ വിചാരിച്ചു. അപ്പോ എന്തായിരുന്നു? तो यह पगड़ी तुम रख लो और खुद पढ़ो. ഇപ്പൊ പഗടി വെച്ചാൽ, ഇപ്പൊ തലപ്പാവ് വെച്ചാൽ എന്താണ്, വലിയ വിദ്വാനന്റെ ഇതാണെന്ന് വിചാരിച്ചിട്ട് എന്താണ്, ഈ ഈ തലപ്പാവ് ഈ വെച്ചോന്നിട്ട് നീ എന്നെ ഇപ്പൊ വായിച്ചോന്നു. തലപ്പാവ് വെച്ചത് എന്തിനായിരുന്നു? ആ തലയിൽ മുടിയൊന്നുമില്ല, അപ്പൊ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചാണ്. അപ്പൊ നമ്മളുടെ ലുക്ക് അല്ല, നമ്മുടെ അറിവ്. ഇപ്പൊ വെൽ ഡ്രസ്ഡ്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു വെച്ചിട്ട് അറിവ് ഉണ്ടാവണം നിർബന്ധമില്ല. സാധാരണ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൾക്കാരിലും എന്താ നമ്മൾ കാണും, അറിവുണ്ടാവും. പക്ഷെ അവര് പുറമെ അത് കാണിക്കില്ല. പിന്നെ അറിവില്ലാത്ത ആൾക്കാരോ പൊങ്ങച്ചങ്ങോട്ട് വലിയ ഇതില് കാണിച്ച് ടിപ് ടോപ്പിൽ നടക്കും. എന്തൊക്കെ കുറച്ച് അറിയുന്നു, അതിന് തലക്കനം വെച്ചിട്ട് നല്ല ഇതിലൊക്കെ നടക്കും. അപ്പൊ ഇവിടെ ഇയാള് പഗടിമേ കോൺസ പോൽ ചുപ്പാത്ത, പഗടീന്റെ ഉള്ളിൽ എന്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നു? ഇപ്പൊ എന്താണ്, അയാള് തലയിൽ മുടിയില്ല, അതും കൂടി ഒളിപ്പിച്ചു വെക്കാനായിരുന്നു ആള് തലപ്പാവട്ടെ. അപ്പൊ നമ്മള് ഒരാളെയും വിലയിരുത്ത, ഡ്രസ്സിലോ അപ്പിയറൻസിലോ നമ്മള് വിലയിരുത്താൻ പറ്റില്ല. അയാളുടെ സ്വഭാവം പിന്നെ അറിവും ഇതൊക്കെയാണ് നമ്മൾ ഒരാളെ വിലയിരുത്തണം. അപ്പൊ നമ്മളെ ബൂഡി മഹില കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു, ഏത് മനുഷ്യനും നല്ല മനുഷ്യനാവാനാണ് പഠിക്കേണ്ടത്. അച്ഛേ ഗുണോ, നല്ല സ്വഭാവ ഗുണങ്ങളാണ് നമ്മള് ഒരു മനുഷ്യൻ പഠിക്കേണ്ടത്. അപ്പൊ നമ്മള് ഒരാളെ നമ്മള് ഔട്ടർ അപ്പിയറൻസിൽ നമുക്ക് വില ഇരുത്താൻ പറ്റും. അപ്പൊ ഇതാണ് പഗടി വെച്ചിട്ട്, തലപ്പാ വെച്ചിട്ട് എന്താണ്, അയാൾ ഒരു വിദ്വാനാണെന്ന് നമ്മൾ വിലയിരുത്താൻ പറ്റൂല. അപ്പൊ
തല പണ്ഡിതന്മാരുടെ ലക്ഷണങ്ങളല്ല വായിക്കുമ്പോൾ അറിവ് ഉണ്ടാവണം. അത് അറിവ് ഉള്ളത് നമ്മൾ ഉപയോഗപ്പെടുത്തും വേണം, മറ്റുള്ളവർക്ക് പകർന്ന് കൊടുത്തിട്ട്. അപ്പോ അതാണ് ഈ കഥയില് നമുക്ക് ഒരു സന്ദേശമാണ്. ജ്ഞാൻ സബ്കി ഭലായി കെ ലിയെ ഹെ. ജ്ഞാനം എല്ലാരെയും നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പാഠത്തിന്റെ ആശയം അതാണ്. ജ്ഞാൻ സബ്കി ഭലായി കെ ലിയെ ഹെ. ജ്ഞാനം എല്ലാരെയും നല്ലതിന് വേണ്ടിയിട്ടാണ്. നല്ലത് ഏതാ ചീത്തത് ഏതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്. അടുത്ത കഥയാണ് നമ്മുടെ ജ്ഞാൻ മാർഗ്. ഏകാങ്കി. ഏകാങ്കി പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നടക്കണ ഇൻസിഡന്റ്, ഒരു ഘട്ടനയ്ക്കാണ് ഏകാങ്കി പറയണത്. ഇത് നാടകങ്ങളിലും ഇതിലൊക്കെയാണ് അധികം ഒരു നാടക രൂപമാണിത്. ഈ കഥ ഒരു സ്ഥലത്ത് നടക്കണ ഒരു एक समय में घटित होने वाली घटनाएं. ഒരു പ്ലേസില് ഇൻസിഡന്റ് ആണ്, ഘട്ടനയ്ക്കാണ്, ഇൻസിഡന്റ് ആണ് നമ്മൾ പറയണത്. ഏകാംഗി നാടക രൂപത്തിലൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. ഏകാംഗി എഴുതിയത് അസ്ഗർ വഹജത്ത്. അപ്പൊ നമുക്ക് കഥ തുടങ്ങാം. ഇതില് രാജകുമാരന്മാരെ കഥയാണ്. അവര് ജ്ഞാനം ഒക്കെ പണ്ഡിതന്മാരൊക്കെ ആയിട്ട് അവര് പഠിത്തമൊക്കെ കഴിഞ്ഞ് അവര് പണ്ട് കാലത്തും ഗുരുകുല ശിക്ഷയായിരുന്നു. നമ്മള് സ്കൂളൊന്നുമല്ല, ആശ്രമങ്ങളിലൊക്കെയാണ് പഠിച്ച് അവര് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു പണ്ട് ചൂട്ടിൽ ആശ്രമത്തിൽ അതുപോലെ രാജകുമാരന്മാര് അവരെ ഗുരുകുല അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് तीनों घने जंगल से അവര് കൊടും കാട് പറഞ്ഞ ജംഗൽ, കൊടും കാടിന്റെ ഉള്ളിലാണ് അവര് നടന്നു വരുന്നത്. മൂന്ന് രാജകുമാരന്മാരെ നാടകത്തിലെ രംഗമാണ് കാണുന്നത്. മൂന്ന് രാജകുമാരന്മാരും എവിടെ നിന്നാണ് വരുന്നത്? ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് അവര് വീട്ടിലേക്ക് മടങ്ങുകയാണ്. पहला राजकुमार, आद्य राजकुमार എന്താ പറയുന്നത്? हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया. നമുക്ക് അഭിമാനമുണ്ട്, നമ്മള്
വിദ്യാഭ്യാസം അഭ്യസിച്ചു വരികയാണ്. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ പണ്ഡിതന്മാരാണ്. അപ്പോ संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है. എല്ലാവർക്കും ഈ ഭാഗ്യം ഈ ലോകത്ത് സംസാർ പറഞ്ഞ ഭൂലോകത്ത് ആർക്കും ഈ സൗഭാഗ്യം പറഞ്ഞ ഭാഗ്യം കിട്ടില്ല. അപ്പൊ മൂന്നാമത്തെ രാജകുമാരൻ എന്താ പറയാ? पर हम सबका ज्ञान बराबर नहीं है. അപ്പൊ എന്താ മൂന്നാമത്തെ നമ്മളുടെ വിദ്യാഭ്യാസം ഒന്നും എല്ലാവർക്കും ഒരുപോലെയല്ല കിട്ടിയത്. ഹം സബ്ക നമ്മളുടെ എല്ലാവരും വിദ്യാഭ്യാസം എന്താണ് സെയിം അല്ല, ബറാബർ പറഞ്ഞ ഈക്വൽ അല്ല, തുല്യമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാജ്കുമാർ ആദ്യത്തെ രാജ്കുമാർ എന്താ പറയണത്? ക്യാ മത്ലബ് ഹെ തുമാരാ, നീ എന്ത് അർത്ഥം വെച്ചിട്ടാണ് ഇത് പറയണത്? നമ്മളെല്ലാരും 3 പേരും എന്താണ് ഗുരുകുല വിദ്യാഭ്യാസമാണ്. നമ്മള് അവിടെ ശിഷ്യന്മാരായിരുന്നു. നമ്മളെല്ലാരും ഒരു ഇതില് ഒരു ഗുരുവിന്റെ അടിയില് ശിക്ഷ അഭ്യസിച്ചു. പക്ഷെ നീ എന്ത് അർത്ഥത്തിലാ പറയണത്? എല്ലാവരുടെയും ജ്ഞാനം തുല്യമല്ലാന്ന്. അപ്പൊ മൂന്നാമത്തെ രാജ്കുമാർ പറയാണ്, മീര ജ്ഞാൻ തും ദോനോസ്കി ജ്ഞാൻ സെ അധിക് ഹെ. നിങ്ങളുടെ രണ്ടുപേരും ജ്ഞാനത്തിൽ എനിക്കാണ്, എന്റെ അടുത്താണ് കൂടുതൽ വിദ്യ ഉള്ളത്, ജ്ഞാനമുള്ളത്. പെഹല രാജ്കുമാർ എന്താ പറയണ? ആദ്യത്തെ കേസി മൂർഖത്താവാലി ബാത്തേ കർ രഹി ഹു. നീ എങ്ങനത്തെ വിഡ്ഢിത്തരാണ് പറയണത്? മൂർഖത്താവാലിയാണ് എന്ത് വിഡ്ഢിത്തരായി, എങ്ങനത്തെ വർത്താനാണ് പറയണത്? മേ തും ദോനോസെ ബടാ, നിങ്ങൾ രണ്ടുപേരിലും. എന്താണ് ആദ്യത്തെ രാജകുമാർ പറയുന്നത്? നിങ്ങളുടെ രണ്ടുപേരിലും ഞാനാണ് വലുത്. മേരി ഹി പാസ് ജാഥാ കേന്ദ്ര, വയസ്സിലനുസരിച്ച് ഞാനാണ് മൂത്തത്. പറഞ്ഞാല് മൂത്തത് ഞാനാണ്. അപ്പൊ എനിക്കാണ് കൂടുതൽ ജ്ഞാനമുള്ളത്. വയസ്സിൽ നമ്മൾ 2 വർഷം മുമ്പ് ജനിച്ചിട്ട് നമുക്ക് ജ്ഞാനം നമ്മൾക്ക് കൂടുതലാണെന്ന് ആ അർത്ഥത്തിലാണ് അവൻ പറയണത്. ഞാൻ നിങ്ങളിൽ വയസ്സിൽ കൂടുതൽ, അതുകൊണ്ട് ഞാൻ നിങ്ങൾ കാണുന്നതിന് മുന്നേ ഞാൻ ജ്ഞാനം സേവിക്കാൻ തുടങ്ങിയതാണ്, അഭ്യസിക്കാൻ തുടങ്ങിയതാണ്. സേവിക്കല്ല, അഭ്യസിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ രണ്ടാമത്തെ രാജ്കുമാർ എന്താ പറയണത്? मैं तो गुरुकुल आने से पहले ही पढ़ता था. രണ്ടാമത്തെ രാജകുമാരൻ എന്താ പറയണ? ഞാൻ ഗുരുകുലത്തിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ പഠിച്ചിരുന്നു. मेरा ज्ञान तुम दोनों से ज्यादा. അപ്പൊ ഞാൻ ഗുരുകുല വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചിരുന്നു. അതുകൊണ്ട് അതിലും കൂടുതൽ എനിക്കാണ് അറിയുന്നത്, എനിക്ക് അതിലും കൂടുതൽ ജ്ഞാനമുണ്ട്. ഇതാണ് 3 രാജകുമാരന്മാരെ അവര് എന്താണ് ഒരു വിദ്യാഭ്യാസം അഭ്യസിക്കാൻ ഗുരുകുലത്തില് പോവാണ്. ആ സമയത്ത് അവർ കാട്ടുകൂടെയാണ് വരുന്നത്. അങ്ങനെ എത്ര രാജകുമാരന്മാരുണ്ടായിരുന്നു? 3 എണ്ണം. അവര് ഗുരുകുലം നിന്നാണ് തിരിച്ചു വരുന്നത്. എന്ത് പൂർത്തിയാക്കിയിട്ട് വരികയാണ്? പഠായി. എന്താണ്? പഠായി. പിന്നെ ഏതിന്റെ ഇടയിൽ കൂടെയാണ് അവര് നടന്നു വരുന്നത്? ജംഗൽ. ഘനേ ജംഗൽ പറഞ്ഞ കൊടുങ്കാട്. കൊടുങ്കാടിന്റെ ഉള്ളിൽ നിന്നാണ് അവര് വരുന്നത്. പിന്നെ ഏത് അവരെന്താണ് എന്ത് അഭ്യസിച്ചിട്ടാ വരുന്നത്? ജ്ഞാനം. പിന്നെ ആ 3 രാജകുമാരിലെ ഏറ്റവും വലിയ രാജകുമാരൻ ഏതാണ്? ആദ്യത്തെ രാജകുമാരനാണ് വലുത്. അപ്പോ ജ്ഞാനം എല്ലാരെയും നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മള് ജ്ഞാനം അഭ്യസിക്കുന്നത്. അങ്ങനെ രാജകുമാർ ഒന്നാമൻ പറയാണ്, എന്താണ്? ഞാനാണ് വലുത്, അതുകൊണ്ട് എനിക്കാണ് കൂടുതൽ ജ്ഞാനം ഉള്ളത്. രാജ്കുമാർ ഒന്ന്, മേരെ പിത ബഹുത് ബഡേ ജ്ഞാനി ഹെ. അപ്പൊ ഇവര് കമ്പാരിസൺ നടത്താണ്. എന്താ പറയുന്നത്? കമ്പാരിസൺ നടത്തുകയാണ്. എന്താണ്? എന്റെ പിതാവും ഒന്നാമത്തെ രാജകുമാർ പറയാം, എന്റെ പിതാവ് വലിയ പണ്ഡിതനാണ്. ഉൻക പുത്ര ഹോനെ കെ നാത്തെ മേ തും ദോനോ സെ ജ്യാദാ വിദ്വാൻ. അവരെ പുത്രനായോണ്ട് എനിക്ക് അതിന് പാരമ്പര്യമായിട്ട് എനിക്ക് അറിവ് കൂടുതലാണ്. ഹോനെ കെ നാത്തെ, അവരുടെ പുത്രനായോണ്ട്, നാത്തെ പറഞ്ഞാൽ അവരുടെ പുത്രനായോണ്ട് എന്താണ്? എനിക്ക് നിങ്ങൾ രണ്ടിലും കൂടുതൽ എന്താണ്? ജ്ഞാനമുണ്ട്. ദോനോ സെ ജ്യാദാ, നിങ്ങൾ രണ്ടിലും പണ്ഡിതൻ ഞാനാണ്. എന്തുകൊണ്ട്? എന്റെ പിതാവ് ഒരു ജ്ഞാനിയായ ഒരു പണ്ഡിതനായോണ്ട് ഞാൻ അതിലും വലിയ
വിദ്വാനം, വിദ്വാൻ ആണ്, പണ്ഡിതനാണ്. രാജ്കുമാർ രണ്ടാമത്തെ ദൂസറ രാജ്കുമാർ ക്യാ ബോൾത്താ ഹെ, പിതാ സെ ക്യാ ഹോത്താ ഹെ, പിതാവിനെ അറിവുണ്ടിച്ചിട്ട് പുത്രൻ എന്താണ്, മേരി തോ മാതാജി ദേശ് കി മാനി ഹുയി വിദുഷി ഹെ, നിന്റെ മാതാവ് എന്താണ്, ലോകത്ത് ആ രാജ്യത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. സ്ത്രീ ആണുങ്ങളെ നമ്മൾ എന്താ പറയാ, വിദ്വാൻ. സ്ത്രീലിംഗം എന്താണ്, വിദൂഷി. എന്താണ് പറയാ, വിദൂഷി. അപ്പൊ വിദ്വാന്റെ സ്ത്രീലിംഗം എന്താണ്, വിദൂഷി. അപ്പൊ എന്റെ മാതാവ് ഭയങ്കര പണ്ഡിതനാണ്. മേ ഉൻകെ പേട്ട് മേ 9 മഹീനെ രഹാ, ഞാൻ അവരുടെ വയറ്റില് 9 മാസം കടന്ന, അതുകൊണ്ട് ആ അറിവൊക്കെ എനിക്കും അറിയാം. തും ദോനോ മേരാ മുക്കാബില നഹീ കർ സക്തെ, അപ്പൊ അമ്മയുടെ വയറ്റില് ഞാൻ ഇങ്ങനെ 9 മാസം കടന്നുകൊണ്ട് എനിക്ക് ആ അറിവൊക്കെ അറിയാം. നമ്മൾ പറയും ഗർഭാവസ്ഥയില് കുട്ടികൾ വേഗം പഠിക്കും. പുറത്തുള്ള കേട്ടറിവൊക്കെ നമ്മള് ഗർഭാവസ്ഥയിൽ കുട്ടികൾ കേട്ട് പഠിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പം രാജകുമാരൻ, രണ്ടാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്, എന്റെ അമ്മ വിദൂഷിയാണ്. വിദ്വാന്റെ സ്ത്രീലിംഗാണ് വിദൂഷി. അപ്പൊ തും ദോനോ സേ, നിങ്ങള് എന്നോടായിട്ട് എന്താണ് മത്സരത്തിന് വേണ്ട, മുക്കാബില നഹീ കർ സക്തി, എനിക്ക് അതിലും കൂടുതൽ അറിവുണ്ടെന്ന്. അപ്പൊ മൂന്നാമത്തെ രാജ്കുമാർ എന്താ പറയണ, മേരെ ഘർ കെ സേവക് തക് മഹാപണ്ഡിത് ഹെ, തും ദോനോ മേരെ ആകെ മൂർഖ്. മൂന്നാമത്തെ രാജകുമാർ അപ്പൊ ഓരോരോ വലിപ്പത്തരം പറയണ ഓരോ രാജകുമാരന്മാര്. അപ്പൊ മേരെ ഘർ കെ സേവക് എന്താണ്, എന്റെ ഘറിന്റെ വേലക്കാരൊക്കെ മഹാപണ്ഡിതന്മാരാണ്, വീട്ടിലുള്ളവരൊക്കെ സേവകന്മാര്. തും ദോനോ മേരെ ആകെ മൂർഖോ, നിങ്ങൾ രണ്ടുപേരും എന്റെ മുമ്പിൽ ഒരു വിഡ്ഢികളാണ്. മൂർഖ് പറഞ്ഞ ഫൂൾ, അപ്പൊ വിഡ്ഢികളാണെന്നാണ് പറയണത്. അപ്പൊ ഇവിടെ രാജകുമാർ, പെഹല രാജ്കുമാർ, ദൂസറ രാജ്കുമാർ, തീസറ രാജ്, ഓരോ അവരെ വലിപ്പത്തരം പറയാണ്. രാജ്കുമാർ, പെഹല രാജ്കുമാർ, യഹി ബാത് ഹെ തോ ചലോ പരീക്ഷ ഹോ ജായ്, അങ്ങനെ ഇതാണെങ്കിൽ നമുക്കൊരു പരീക്ഷ നടത്താം. ആരാണ് അതിൽ ഏറ്റവും വലിയ ജ്ഞാനി. രാജ്കുമാർ മൂന്നാമത്തെ, തീസറ രാജ്കുമാർ, പെഹല ദൂസറ തീസറ. അപ്പൊ തീസറ രാജ്കുമാർ ക്യാ ബോൾത്താ ഹെ, എന്താ പറയണ, യഹി ബാത് ഹെ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ അടുത്ത് ജ്ഞാനമുണ്ട്, അതിന്റെ ഒരു തെളിവ് തരാം. പരിചയം പറഞ്ഞ അതിന്റെ ഒരു തെളിവ് തരാന്, പരിചയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന്, ആ അറിവ് ഒന്ന് എന്താണ് ശരിക്ക് കാണിച്ചു തരണം എന്ന്. ഒരു തെളിവ് പറഞ്ഞ, സോളിഡ് റീസൺ വേണം. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കണം എന്ന്. യഹി ബാത് ഹെ, അങ്ങനെയാണെങ്കിൽ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ, പരിചയം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നീ എന്റെ ജ്ഞാനത്തിനെ കുറിച്ചിട്ട് ഒരു പ്രൂഫ് തരാൻ. അപ്പൊ ദൂസറ രാജ്കുമാർ, ജ്ഞാൻ കാ പരിചയ ജ്ഞാനി കോ ദിയാ ജാതാ ഹെ, മൂർഖോं को नहीं. അപ്പൊ ജ്ഞാന്റെ അറിവിന്റെ പ്രൂഫ് എന്താണ്, അറിവുള്ളവർക്കാണ് കാണിച്ചു കൊടുക്കുന്നത്, നിങ്ങളുടെ പോലെ വിഡ്ഢികൾക്കല്ല. പറഞ്ഞ ഫൂൾസ്. അപ്പൊ മൂർഖോं को नहीं, നിങ്ങളുടെ മുമ്പിൽ ഞാൻ അങ്ങനത്തെ പ്രൂഫോ പരിചയം എന്ത് പരിചയം പറഞ്ഞ അതിന്റെ ഒരു തെളിവോ അതിന്റെ അത് കാണിച്ചു തരാൻ നിങ്ങളുടെ മുമ്പിൽ, വിഡ്ഢികളുടെ മുമ്പിലേക്ക് കാണിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അത് ജ്ഞാനികൾ, പണ്ഡിതങ്ങൾ, ജ്ഞാനിയുള്ള പണ്ഡിതന്മാര് വിദ്വാന്റെ മുമ്പിലാണ്, അവർക്കാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ മൂന്നാമത്തെ രാജ്കുമാർ തീസറ രാജ്കുമാർ, തും മേരാ അപമാൻ കർ രഹി ഹോ, എന്താ പറയണേ, നീ എന്റെ ഇൻസൾട്ട് ചെയ്യാണെന്ന്. അപ്പൊ ഇവര് ഓരോന്ന് പറയാ, എന്റെ പിതാവ് അങ്ങനെയാണ്, മാതാവ് അങ്ങനെയാണ്, എന്റെ വേലക്കാരൻ അങ്ങനെയാണ്, ഒന്നിന് ആരും താന്നു കൊടുക്കണില്ല. രാജ്കുമാർ, പെഹല രാജ്കുമാർ, എന്താ ആദ്യം പറഞ്ഞ മൂന്നാമത്തെ രാജ്കുമാർ, ഇൻസൾട്ട് ചെയ്യണം, അപമാൻ കർ രഹി ഹോ, അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ നഹി തോ തും ഓ ദണ്ഡ് ദേംഗെ. അപ്പൊ ജ്ഞാനത്തിന്റെ പ്രൂഫ് താ, പരിചയം ഉണ്ടെങ്കിൽ അതൊന്ന് തെളിവായിട്ട് ഞങ്ങൾ കാണിച്ചു താ, അല്ലെങ്കിൽ നിനക്ക് ഞങ്ങള് പണിഷ്മെന്റ് തരും. ദണ്ഡ് പറഞ്ഞ പണിഷ്മെന്റ്. തുംകോ ദണ്ഡ് ദേംഗെ, നമുക്ക് ശിക്ഷ തരും. ദണ്ഡ് പറഞ്ഞ ശിക്ഷ. അപ്പൊ എന്ത് പ്രൂഫാണ്, നീ ജ്ഞാനിയാണ്, പണ്ഡിതനാണ്, അതിന്റെ ഒരു പ്രൂഫ്, തെളിവ് താ. അത് പരിചയ ദോ, അല്ലെങ്കിൽ നിനക്ക് ശിക്ഷ തരും. ഹം തുംകോ ദണ്ഡ് ദേംഗെ, ദണ്ഡ് പറഞ്ഞ ശിക്ഷിക്കും. രാജ്കുമാർ
दूसरा राजकुमार इधर उधर देखता है, उसे किसी जानवर की हड्डियां പടി ദിഖായി ദേത്തി. അപ്പൊ രാജ്കുമാർ ഇവര് കാട്ടുകൂടെയാണ് വരുന്നത് 3 പേരും അല്ലെ. അപ്പൊ രണ്ടാമത്തെ രാജ്കുമാർ അവിടെ ഇവിടെയും നോക്കുകയാണ്. ഇധർ ഉധർ പറഞ്ഞ അവിടെ ഇവിടെയും നോക്കുമ്പോ എന്താ കാണുന്നത്? ജാൻവർ കി ഹഡ്ഡിയ, ഒരു മൃഗത്തിന്റെ എല്ലുകൾ, ഹഡ്ഡിയ പറഞ്ഞ എല്ലുകള്, അവശിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ, പടി ദിഖായി ദേത്തി ഹെ. അപ്പൊ ഹഡ്ഡിയ പറഞ്ഞ ഒരു മൃഗത്തിന്റെ ഒരു അസ്ഥികൂടം, അതാണ് എല്ല്. നിങ്ങൾ ചിത്രത്തിൽ കാണാം അല്ലേ, എന്താ ചിത്രത്തിൽ കാണില്ലേ, അതാണ് ഹഡ്ഡിയ. പടി ദിഖായി ദേത്തി ഹെ. അപ്പൊ അത് ബ്രാക്കറ്റിൽ തന്നെ രാജകുമാരൻ ആ രംഗം അവിടെ ഇവിടെ നോക്കുകയാണ്, എന്താണ് തെളിവിന് കാണിക്കാൻ പറ്റുന്നത്. ഈ ഹഡ്ഡിയ ദേഖ് രഹേ ഹോ, എന്താണ് ഈ എല്ലുകൾ കാണുന്നുണ്ടോ? ഹാ, രാജകുമാർ ഒന്നാമതും പറയണം. दूसरा राजकुमार, मैं अपने ज्ञान से बता सकता हूँ कि ये हड्डियां शेर की है. और दूसरा राजकुमार क्या बोलता है? എന്താണ്, ഇന്റെ അറിവ് അനുസരിച്ച്, ഇന്റെ ജ്ഞാനം വെച്ചിട്ട് ഞാൻ പറയതാ ഏത് മൃഗത്തിന്റെയാണ്. ഏത് മൃഗത്തിന്റെയാണത്? ഷേർ, സിംഹത്തിന്റെ. അപ്പൊ ഈ ഹഡ്ഡിയ ആരെയാണ്? രണ്ടാമത്തെ രാജ്കുമാർ എന്താ പറയണത്? ഇന്റെ ജ്ഞാനം, അറിവ് അനുസരിച്ച് ഞാൻ പറയാ ഇത് ഷേറിന്റെ ഹഡ്ഡിയാണ്. അപ്പൊ രാജ്കുമാർ तीसरा राजकुमार, बस यह तो मामूली बात है, ഇത് ചെറിയ നിസാര കാര്യമല്ലേ. मैं तो अपने ज्ञान से इन हड्डियों पर, ഇത് ഇപ്പൊ ആർക്കും പറയാം നിസാര കാര്യമാണ്, പക്ഷെ എന്റെ അറിവുകൊണ്ട്, എന്റെ ജ്ഞാനം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇൻ ഹഡ്ഡിയോ പർ, ഈ എല്ല് അസ്ഥികൂടത്തില്, എല്ലുള്ള അസ്ഥികൂടത്തില് ഞാൻ മാംസ്, ഇറച്ചി, ഉൻമേ രക്ത്, ചോര, ഉൻകെ ഊപ്പർ ഖാൽ മണ്ട് സക്താഹു. ഖാൽ പറഞ്ഞ തൊലി കവർ ചെയ്യാൻ, മണ്ട് സക്താഹു പറഞ്ഞ അത് ആ എല്ലിന്റെ മുകളിൽ ഇറച്ചിയും രക്തവും തോലുകൊണ്ട് ഞാൻ അത് കവർ ചെയ്യും. മണ്ട് സക്താഹു അതിങ്ങനെ ശരിക്കും പുലിയാക്കി മാറ്റും. ലോ മേ മന്ത്ര പടുത്താഹു, എന്തോ മന്ത്രം ജപിക്കുകയാണ്. അപ്പൊ ആ ഹഡ്ഡി ആരെയാണ്? ഷേർ കാ ഹെ. കിസ്കാ ഹഡ്ഡിയാ ഹെ? ഷേർ. तो तीसरा राजकुमार क्या बोलता है कि उसमें मैं मांस, रक्त और उसके ऊपर खाल അത് അണ്ടർലൈൻ ചെയ്യുക. എന്താണ്? ज्ञान से मांस, उसमें रक्त और उसमें ऊपर खाल मंड सकता. അപ്പൊ മണ്ട് പറഞ്ഞാൽ അത് കവർ ചെയ്യുക, ചോരയും മാംസവും പിന്നെ തോല് കൊണ്ട്. ഒരു മൃഗത്തിന് അതൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എല്ലാം കവർ ചെയ്ത് ഒരു സിംഹമാക്കി മാറ്റും. അപ്പൊ ഇതാണ് എന്താണ് മൂന്നാമത്തെ രാജകുമാരൻ പറയണത്. അപ്പൊ ഇതിൽ 3 രാജകുമാരന്മാർ അവരെ എന്താണ് ജ്ഞാനം അനുസരിച്ച്, എന്താണ് ഈ ജ്ഞാനം അനുസരിച്ചിട്ട് എന്താ ചെയ്യണത്? ജ്ഞാനം അനുസരിച്ചിട്ട് അതില് അവരെ പരീക്ഷണം, അവരെങ്ങനെയൊക്കെയാണ് അത് പ്രൂവ് ചെയ്യാൻ പറ്റുക, ആരാണ് ഇതില് ജ്ഞാനമുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇതില് ഒന്നാമത്തെ രാജകുമാരന് എന്താ പറയണത്? ഇതിന് ഒരു എന്താണ് പ്രൂഫ് കാണിക്കണം, അല്ലെങ്കിൽ നിന്നെ ഞങ്ങള് ശിക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ് രണ്ടാമത്തെ രാജകുമാർ പറയാണ്, ഇത് എന്താണ് ഞങ്ങള് ഏതിന്റെ എല്ലുകളാണെന്ന് കണ്ടുപിടിക്കും. അപ്പൊ ഏതിന്റെ എല്ലുകളാണ്? ഇത് ഷേർ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ രാജകുമാരൻ എന്താ പറയണത്? ഇതിന് ഞാന് ഇന്റെ മന്ത്രം, ഇന്റെ അറിവ്, ജ്ഞാനം വെച്ചിട്ട് മന്ത്രം ജപിച്ചിട്ട് എന്ത് ചെയ്യും? ഇതിനെ രക്തവും മാംസവും പിന്നെ തോല് കൊണ്ട് കവർ ചെയ്യും. മട് സക്താഹ പറഞ്ഞ അതുകൊണ്ട് മൊത്തം ഒരു ഷേറിന്റെ രൂപത്തില്, സിംഹത്തിന്റെ രൂപത്തില് ആക്കും. അപ്പൊ ऊपर खाल मट सकता हूँ, लो मैं मंत्र पढ़ता हूँ. അപ്പൊ അവൻ മന്ത്രം പഠിക്കാണ്. അപ്പൊ രാജ്കുമാർ അവിടെ എന്ത് ചെയ്യണു? ആ രംഗമാണ് പറയണത്. അവര് ബ്രാക്കറ്റിൽ ഇട്ടുന്നുണ്ടോ? എന്താണ് പറയണത്? അവര് മന്ത്രം വായിക്കുകയാണ്. राजकुमार तीसरा मंत्र पढ़ता है और शेर की हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल आ जाती है. എന്തോ രാജകുമാർ മൂന്നാമത്തെ तीसरा രാജകുമാർ മന്ത്രമൊക്കെ പഠിച്ചിട്ട് എന്താണ് ആ സിംഹത്തിന്റെ മുകളിൽ എന്താണ്
ചോരയും മാംസവും തൊലിയും ഒക്കെ വന്നിട്ടുണ്ട്. ഖാൽ പറഞ്ഞ എന്താണ്? തൊലി. മാംസം പറഞ്ഞ ഇറച്ചി, രക്ത് പറഞ്ഞ ചോര, ഖാൽ പറഞ്ഞ തൊലി. ഇതൊക്കെ വന്നിട്ടുണ്ടാവും. ഹഡ്ഡി ആ എല്ല് അസ്ഥികൂടത്തില് ചോര പിന്നെ മാംസവും തൊലിയും വന്ന് അതൊരു ഷേറിന്റെ രൂപത്തിൽ സിംഹമായി മാറും. കണ്ടാ? ചിത്രത്തില് കാണാം അല്ലേ? അപ്പൊ രാജ്കുമാർ മൂന്നാമത്തെ ആള് എന്താ ചെയ്തത്? അതിന് ഒരു രൂപം കൊടുത്തു. പിന്നെ രണ്ടാമത്തെ രാജകുമാരൻ എന്താ പറഞ്ഞു? ഇത് എന്തിന്റെ ഹഡ്ഡിയാണ്? അത് പറഞ്ഞു. മൂന്നാമത്തെ ആൾ അതിന് ഇത് കൊടുത്തു. ഇനി ഒന്നാമത്തെ അരെ ഹാ ഇത് ഹോഗിയ. അപ്പൊ പെഹല രാജ്കുമാർ എന്താ പറഞ്ഞു? ആ ശരി, ഇതൊക്കെ കഴിഞ്ഞു. എന്താണ് ഹഡ്ഡിയ ഷേറിന്റെ മനസ്സിലായി പറഞ്ഞു. പിന്നെ അടുത്ത മൂന്നാമത്തവൻ എന്താ ചെയ്തത്? അതിന്റെ രക്തവും മാംസവും തൊലിയും ഒക്കെ കൊടുത്തു. ഈ മൂന്നാമത്തെ രാജകുമാരൻ എന്താ? മൂർഖവും വിഡ്ഢികളെ, അപ്പൊ തും സംജേ മേ തും സബ്സെ ബഡാ വിദ്വാനും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ അതിന് ഇറച്ചിയും മാംസവും മാംസവും രക്തവും തൊലിയും ഒക്കെ കൊടുത്തു. അപ്പൊ നിങ്ങളൊക്കെ വിഡ്ഢികളാണ്. മൂർഖോ പറഞ്ഞ യു ഫൂൾസ് പറയില്ലേ? ഈ വിഡ്ഢികള്, ഞാനാണ് നിങ്ങളെ ഏറ്റവും വലിയ, നിങ്ങളേല് മൂന്ന് പേരിലും ഞാനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ. സബ്സെ ബഡാ വിദ്വാൻ, ഞാനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ. ലേക്കിൻ ക്യാ തും ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്തേ ഹോ? അപ്പൊ പറഞ്ഞ എന്നാ അങ്ങനെയാണെന്ന് വെച്ചാൽ നീ രാജ്കുമാരൻ ഒന്നാമൻ എന്താ പറഞ്ഞു? ഞാൻ നിങ്ങൾ ഇതില് ജീവനും കൂടി, പ്രാൺ പറഞ്ഞ ജീവൻ, ഇതിലൊന്ന് ലേക്കിൻ ക്യാ തും ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്തേ ഹോ? ഇതിന് പ്രാണം കൊടുക്കാൻ പറ്റുമോ? ജീവൻ കൊടുക്കാൻ പറ്റുമോന്ന്? നെഹി. മൂന്നാമത്തെ രാജ്കുമാരൻ എന്താ പറഞ്ഞ? ഇല്ല. पर यह तो तुम भी नहीं कर सकते हो. അപ്പൊ അത് നിനക്കും പറ്റൂല. പെഹല രാജ്കുമാറിനോട് പറയണം. ആദ്യത്തെ രാജ്കുമാറിനോട് എന്താ പറയണം? അത് നിനക്കും വെയിക്കില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ? മാംസവും രക്തവും തൊലിയും കൊടുത്തു, നിനക്ക് അതും പറ്റില്ലാന്ന്. മേ ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്താ ഹൂം. അപ്പൊ എന്താ പറഞ്ഞ് പെഹല രാജ്കുമാർ? ശരി, എനിക്കിതില് പ്രാണം ഇടാൻ പറ്റും. പ്രാൺ ഭി ഡാൽ സക്താ ഹൂം. അപ്പോ പെഹല രാജ്കുമാർ എന്താ പറയണ? ഇതിന് ഞാൻ ജീവൻ കൊടുക്കുന്നു. പ്രാൺ പറഞ്ഞ ജീവൻ, ഡാൽ സക്ത ജീവൻ കൊടുക്കാൻ പറ്റും. രാജ്കുമാർ രണ്ടാമത്തെ पर ऐसा मत करना. അരുതേ, മത്ത് പറഞ്ഞ ചെയ്യരുതേ അങ്ങനെ. രണ്ടാമത്തെ ക്യൂ, എന്തുകൊണ്ട്? ഉസ്കെ ബാദ് ഷേർ ഹമേ ഖാ ജായേ. പൊട്ടന്മാർക്ക് അതറിയില്ല, ജീവൻ കൊടുത്താലും ഷേർ എന്തായി ആക്രമിക്കാൻ വരും. ഷേർ കേസേ ജാൻവർ ഹേ, എങ്ങനത്തെ ജീവിയാണ്? പിന്നെ ജംഗൽ കാ രാജാ ഹേ. ഷേർ എന്തായിട്ടാണ്? ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ഫോറസ്റ്റ്. ജംഗൽ കാ രാജാ ഹേ ഷേർ. ഷേറിന് എന്താണ്? കാട്ടുത്തെ രാജാവാണ്. ജീവൻ കൊടുത്താൽ ചിലപ്പോ നമ്മളെ ആക്രമിക്കും, നമ്മളെ തിന്നും അല്ലേ? അപ്പൊ ഈ പൊട്ടന്മാർക്ക് അറിയില്ല, ജീവൻ കൊടുത്തു കഴിഞ്ഞാല് ആക്രമിക്കോ ഒന്നും അറിയില്ല. ഇവര് അവിടെ എന്താണ് ഇത് കാണിക്കാൻ പോണ്? തെളിവ് കാണിക്കാൻ പോണ്? ആരാ വിദ്വാന്മാരെന്ന്? വിഡ്ഢികളാണ്, മൂർഖാണ്, മൂർഖ്. മത്കറോ. ദൂസറ രാജ്കുമാർ പറയാണ് അങ്ങനെ ചെയ്യരുതേ. അപ്പോഴും പെഹല രാജ്കുമാർ ചോദിക്കാൻ ക്യൂ. അപ്പൊ രണ്ടാമത്തെ രാജ്കുമാർ ഉസ്കെ ബാദ് ഷേർ ഹമേ ഖാ ജായേഗ. അങ്ങനെയാണ് വെച്ചാൽ ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തിന്നും. പെഹല രാജ്കുമാർ पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा गया. പക്ഷെ എനിക്ക് തെളിവ് കാണി, നിങ്ങൾ രണ്ടിലും സുപ്പീരിയർ ഞാനാണ്. എന്ത് വിദ്യാഭ്യാസത്തില്, അറിവില് ഞാനാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. മുझे तो सिद्ध करना, എനിക്ക് തെളിവ്, എനിക്ക് ഉറപ്പിക്കാൻ, എന്താണ് കാണിക്കണം നിങ്ങളെ. തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് കാണിച്ചു തരണം. എന്താണ് തെളിവ് സഹിതം? സിദ്ധ്, ഐ ഹാവ് ടു പ്രൂവ്. സിദ്ധ് പറഞ്ഞ പ്രൂവ് ചെയ്യണം. എന്ത്? ഈ മേ തും ദോനോ സെ ബഡാ ജ്ഞാനി. എന്താണ്? ഞാൻ നിങ്ങളേലും ഏറ്റവും വലിയ ജ്ഞാനിയാണ്. അത് എനിക്ക് പ്രൂവ് ചെയ്തേ മതി. അതാണ് സിദ്ധ് കർണ കി മേ തും ദോനോ. നിങ്ങൾ രണ്ടുപേരിലും ഞാനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ. അപ്പൊ മൂന്നാമത്തെ രാജ്കുമാർ നെഹി നെഹി ഷേർ ഹമേ ഖാ ജായേഗ. അവിടെ ജ്ഞാനം എന്തൊന്നല്ല പ്രധാനം, മനുഷ്യനെ ഷേർ തിന്നും. വേണ്ട, നീ ജീവൻ കൊടുത്തു കഴിഞ്ഞാല് പ്രാൺ ദേനെ സെ ക്യാ ഹോഗാ? ഷേർ ഹമേ ഖാ ജായേഗ. സോ कोई प्राण जीवन मत दो शेर को, नहीं तो
वो हमें खा जाएगा, നമ്മളെ തിന്നുപോവും, അവന് ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ പുലി. പക്ഷെ ഇവിടെ എല്ലാ രാജകുമാരന്മാരും അവരെ ജ്ഞാനം ആരാരാ മുമ്പിലെന്ന് വെച്ചിട്ട് എന്താണ് പ്രൂവ് ചെയ്യാ, സിദ്ധ് കർണ ചാഹത്തെ ഹെ, അത് തെളിവ് സഹിത അല്ലാതെ കാണിക്കാനാണ് അവര് മുൻതൂക്കം കൊടുക്കുന്നത്. മന്ത്ര പഠിത്താ ഹെ, അങ്ങനെ രാജകുമാരൻ, ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ജപിക്കുകയാണ്. ഓർ ഷേർ ജീവിത് ഹോ ജാത്ത, മന്ത്രം പഠിച്ചോണ്ട് എന്താ സംഭവിക്കണേ, ഷേറിന് ജീവൻ വരികയാണ്, ജീവിത്, അവൻ ജീവൻ വന്നു. ഷേർ ദഹാഡ്കർ അല്ലറി, എങ്ങനെയാണ് ഷേർ ദഹാഡ് എന്നാ പറഞ്ഞ, ഷേർ അല്ലറി ഇങ്ങോട്ട് ഉനിക്ക് തരഫ് ബഡ്താ ഹെ, അവര് മൂന്ന് പേരെയും മുമ്പിലേക്ക് വരികയാണ്. ദഹാഡ്കർ വേ ബച്ചനെ കി കോശിഷ് കർത്തെ ഹെ, അവര് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. കോശിഷ് അവര് പരിശ്രമിക്കുകയാണ് എന്ത്, രക്ഷപ്പെടാനുള്ള. അപ്പോ ഷേർ ദഹാഡ്കർ പറഞ്ഞ അങ്ങോട്ട് അലറി, ഉനിക്ക് തരഫ്, അവരുടെ സ്ഥലത്തേക്ക്, അവരെ നിക്കണോടത്തേക്ക് ഇങ്ങനെ മുമ്പിലേക്ക് വരികയാണ്, അവരെ ആക്രമിക്കാൻ വരികയാണ്, അവരെ ദിശയിലേക്ക് അവരെവിടെ നിക്കണ, പക്ഷെ അവര് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. കോശിഷ് പറഞ്ഞ ശ്രമിക്കുന്നുണ്ട്, കോശിഷ് കർത്തേ ഹെ, പ്രയത്ന കർത്തേ ഹെ, പക്ഷെ എന്താണ്, അബ് ഹം ബച്ച് നഹി സക്തേ. അപ്പൊ രണ്ടാമത്തെ രാജ്കുമാർ പറയണേ, ഇനി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ രാജ്കുമാർ ആദ്യം തന്നെ പറഞ്ഞു, അത് ഷേർ നമ്മളെ തിന്നുന്ന്. അബ് ഹം ബച്ച് നഹി സക്തേ, ഷേർ ഹമേ ഖാ ഹി ജായേഗ. അപ്പൊ എന്താണ് മൂന്നാമത്തെ രാജ്കുമാർ എന്താ പറഞ്ഞ്, ഷേർ ഹമേ ഖാ ഹി ജായേഗ, എന്തായാലും ഇനിയിപ്പോ ഒരു രക്ഷയില്ല, നമ്മള് മൂന്ന് പേരെയും എന്താണ് സിംഹം തിന്നും. ഷേർ ഹമേ ഖാ ഹി ജായ, ഖാ പറഞ്ഞ തിന്നു പോകും. അപ്പൊ രാജ്കുമാർ ദൂസറ രാജ്കുമാർ എന്താ പറയണ, അരെ വഹ് ദേഖോ കോൻ ആ രഹാ ഹെ. ആ സമയത്ത് ഇവര് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ആ സമയത്ത് എന്താണ് നോക്ക്, അവിടെ നോക്കൂ, ആരാ വരുന്നത്, അരേ എല്ലാരും നോക്കൂ, വഹ് ദേഖോ കോൻ ആ രഹാ ഹെ, അത് ആര് വരുന്നു നോക്കിക്കേ, ആരാ വരുന്നേ, മൂന്നാമത്തെ അരേ വഹ് തോ ഗുരുജി ഹെ. പെട്ടെന്ന് അവർക്ക് അയ്യോ അത് ഗുരുജിയാണ്, നമ്മുടെ ഗുരു ആണല്ലോ. ഗുരുജി പാസ് ആ ജാത്തെ ഹെ. ഇപ്പൊ ബ്രാക്കറ്റിൽ എന്താണ് തരുന്നത്, അത് അവിടെ ഗുരുജി അവരെ അടുത്തേക്ക് വരികയാണ്. दूसरा राजकुमार, ഗുരുജി ഹം ലോഗ് സങ്കട്ട് മേ പട് ഗയേ ഹെ, നമ്മൾ എല്ലാരും ബുദ്ധിമുട്ടില്, സങ്കട്ട് പറഞ്ഞ ബുദ്ധിമുട്ടില് പെട്ടുപോയി നമ്മള്. ഗുരുജി ഹം ലോഗ് സങ്കട്ട് മേ പട് ഗയേ, എന്താണ് നമ്മളെല്ലാരും സങ്കട്ടില് പെട്ടുപോയി. അപ്പോ ഇതില് ഓരോ രാജ്കുമാരന്മാര് എന്താണ് ചെയ്തത്, ആദ്യത്തെ രാജ്കുമാർ എന്താ ചെയ്തത്, ആരാണ് ഹഡ്ഡിയാം ഷേറിന്റെ രണ്ടാമത്തെ രാജ്കുമാർ പറയണ ഈ എല്ല് ആരാണ്, ഷേറിന്റെ. മൂന്നാമത്തെ രാജ്കുമാറാണ് പറയണത് മാംസം രക്തവും പാലും തൊലിയും ഞാൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ആരാണ് ജീവൻ കൊടുക്കണ, ഒന്നാമത്തെ രാജ്കുമാർ. അപ്പൊ ജീവൻ കൊടുക്കണത് ഒന്നാമത്തെ രാജ്കുമാർ, രണ്ടാമത്തെ രാജ്കുമാർ ഇത് എല്ലാം ആരെയും തിരിച്ചറിയണോ, മൂന്നാമത്തെ രാജ്കുമാർ മന്ത്രം ജപിച്ചിട്ട് അതില് മാംസ് രക്തം പിന്നെ തൊലിയും കൊടുക്കണം. അങ്ങനെ ഒന്നാമത്തെ രാജ്കുമാരൻ ജീവൻ കൊടുത്തോടെ എന്താണ് ഷേര് ജീവൻ വെച്ചിട്ട് അവരെ മുമ്പിലേക്ക് ചാടുകയാണ്. നിങ്ങൾ കണ്ട ചിത്രം, ഇത് കണ്ട് അവര് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്, പക്ഷെ രക്ഷപ്പെടാനുള്ള വിദ്യയൊന്നും അവർക്കല്ല. അപ്പൊ അവര് ജ്ഞാനവും വിദ്യയൊന്നും ഒരു ഉപയോഗത്തിലും പാടില്ല. ജ്ഞാനം നമ്മളുടെ ആവശ്യത്തിനാണ് നമ്മൾ ജ്ഞാനം ഒക്കെ അഭ്യസിക്കുന്നത് അല്ലെ, അല്ല ഒരാള് തരം താത്ത് അല്ലെങ്കിൽ നമ്മൾ ആരാരും മുകളിൽ നിൽക്കണമെന്ന് അത് കമ്പാരിസൺ നടത്താനല്ല. നല്ലൊരു മനുഷ്യനും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജ്ഞാനം അല്ലെങ്കിൽ നോളേജ് അറിവ് നേടുന്നത്. അപ്പൊ അതാണ് ഈ പാഠത്ത് നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം. അപ്പൊ എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജ്ഞാനം വിദ്യ അഭ്യസിക്കുന്നത്. അപ്പൊ അടുത്തതിൽ നോക്കുക, ഗുരു മേ ജാൻതാ ഹൂ, എനിക്കറിയാം എന്താണ് നിങ്ങള് എന്താണ് പ്രോബ്ലം, സങ്കട്ട് മേ പടുകയോ, നിങ്ങൾ ബുദ്ധിമുട്ടിൽ പെട്ടുപോയിനൊന്ന് എനിക്കറിയാം. അപ്പൊ പെഹല രാജ്കുമാർ എന്താ പറയണത്, ഗുരുജി ഹമാരി ജാൻ ബച്ചായി. അപ്പൊ അവർക്ക് അവിടെ ജ്ഞാനം നല്ല വലുത്, രക്ഷിക്കാനും അവർക്ക് ഉപയോഗിച്ചൂടെ,
അവര് ഒന്നിനൊന്ന് എന്താണ് പുകഴ്ത്തി പറയും, ഞാനാ മേധ ഞാനാ മീതെ പറഞ്ഞത് അല്ലെ. ഇപ്പൊ രക്ഷപ്പെടാനല്ല അവർക്ക് ഒരു വഴിയില്ല. ഗുരുജിനോടാ പറയണേ, എന്ത് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ. ഗുരുജി ഹമാരി ജാൻ ബച്ചായി. ജാൻ ബച്ചായി പറഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ ജീവൻ രക്ഷിക്കൂന്ന്. അപ്പൊ ഗുരു എന്താ പറയണ? മുझे മാലൂം ഥാ, എനിക്ക് അറിഞ്ഞിരുന്നു. എന്താ അറിഞ്ഞിരുന്നു? कि तुम लोगों के अंदर अभी अहंकार बहुत है. അപ്പൊ ഗുരുജിക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലായാണ്, ഗുരുകുലത്തിൽ നിന്ന് തന്നെ അവര് പോരുമ്പോ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ട് എന്ന്. നിങ്ങളുടെ ഉള്ളില് എന്താണ്? മുझे മാലൂം ഥാ कि तुम लोगों के अंदर, നിങ്ങളുടെ ഉള്ളില് എന്താണ്? അന്തർ പറഞ്ഞ നിങ്ങളുടെ ഉള്ളില് മനസ്സിൽ എന്തായിരുന്നു? അഹങ്കാരം. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. കുറച്ച് ഇത് ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിലും അത് നമ്മള് നല്ല രീതിയിൽ വേണം ഉപയോഗിക്കാൻ. അപ്പോ ഇവിടെ ഗുരുജിക്ക് ആദ്യമേ അറിയായിരുന്നു ഇവരുടെ ഉള്ളിൽ അഹങ്കാരം. ആരാരാണെന്ന്, അതില് വലിയ പണ്ഡിതന്മാരെന്ന് അവരൊരു എന്താ മത്സരം പോലെയാണ്. ജലസ്, കുശുമ്പു നമ്മൾ പറയില്ലേ, അവർക്ക് മറ്റുള്ളവരൊരു ജലസ് ആയിരുന്നു. ഞാനാണോ വലുത്, അവനാണോ വലുതെന്ന്. അപ്പൊ അഭി അഹങ്കാർ ബഹുത് ഹെ, നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം കൂടുതലാണ്. और तुम अपने ज्ञान का नुकसान भी कर सकती हो. നമ്മൾ അറിവ് നേടുന്നത് നല്ലതിന് വേണ്ടിയിട്ട്. ഇവിടെ എന്താണ്? നമ്മൾ ജ്ഞാനം നേടിയിട്ട് അവര് നുക്സാൻ ഭീ നുക്സാൻ പറഞ്ഞ എന്താണ്? നശിപ്പിക്കുക. അപ്പൊ ഇവിടെ അവര് ഷേറിന്റെ ജീവൻ വെച്ചുകൊണ്ട് എന്താണ്? അവര് ആ ജ്ഞാനത്തോണ്ട് നല്ലതല്ല ചെയ്ത. ആ ഷേര് ആക്രമിച്ചാൽ എന്ത് ചെയ്യും? അവരൊക്കെ അല്ല, മറ്റുള്ളവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവര് മരിക്കും. അല്ലെ വഴിയിൽ പോണവരെ ഏതെങ്കിലും ആള് വന്ന എന്താണ്? ഷേറിനോട് പറയുക, സിംഹത്തിനോട് പറയുക, നീ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യോ? ഇല്ല. അവര് ആക്രമിക്കും, അവര് ഭക്ഷിക്കും അതിനെ, ആ ജീവിനെ അല്ലെങ്കിൽ മനുഷ്യനെ, ആരായാലും അവര്. അപ്പോ നമ്മള് അഭ്യസിച്ച ജ്ഞാനം നല്ലതിനാവണം. അപ്പൊ നിങ്ങൾ ചെയ്തത് എന്താണ്? നിങ്ങള് നഷ്ടങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഇസ്ലിയെ മേ തും ലോഗോं के पीछे पीछे आ रहा था. ഇതുകൊണ്ട് എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പിന്തുടരുകയായിരുന്നു. നിങ്ങളുടെ പിന്നാലെ ഞാനും ഉണ്ടായിരുന്നു. നിങ്ങൾ കുട്ടിയിൽ നിന്ന് പോന്നപ്പോ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഉണ്ട്. ഞാനാണ് എന്താണ്? നിങ്ങളാണ് ഏറ്റവും വലിയ പണ്ഡിതന്മാർ ഈ ലോകത്ത്, വേറെ ആരും ഇല്ല. അപ്പൊ അത് നിങ്ങള് എന്താണ് പ്രൂവ് ചെയ്ത് കാണിക്കാൻ. ഇതിന്റെ നഷ്ടം, നുക്സാൻ മാത്രമേ, നുക്സാൻ ഇത് വിദ്യ നേടണമെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണപ്രദമാവണം. നിങ്ങൾ നഷ്ടങ്ങൾ മാത്രമേ വരുത്തി വെക്കണുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പിന്തുടരുകയായിരുന്നു. അപ്പോ രാജ്കുമാർ, ഒന്നാമത്തെ രാജ്കുമാർ എന്താ പറയുന്നത്? ഗുരുജി. അപ്പൊ അവരെ തെറ്റു മനസ്സിലായി. നമ്മള് ഇപ്പൊ ഞാനാണ് മീതെ, ഞാൻ അതിന് ജീവൻ കൊടുത്തു, ഞാൻ അതിന് ഇറച്ചി രക്തം മാംസം കൊടുത്തു, എല്ല് അസ്ഥി കൂടെ മാറിയാണ്, ഇതൊക്കെ പറഞ്ഞ്. പക്ഷെ അതിലല്ല, നമ്മളുടെ ജീവൻ കൂടി രക്ഷപ്പെടണ്ടേ? അങ്ങനെ തെളിവ് സഹിതം പ്രൂവ് ചെയ്തിട്ട് എന്താ സംഭവിച്ച്? അവര് എന്തിലായി? അവര് വിഷമത്തിലായി. അവര് പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയി അല്ലെ. അവസാനം ഗുരുജീനെ വരേണ്ടി വന്നു അവരെ രക്ഷിക്കാന്. അപ്പോ ഒരു പെഹല രാജ്കുമാർ എന്താ പറയുന്നത്? ഗുരുജി മുझसे बड़ी गलती हुई. രാജ്കുമാർ അവനാണ് ഇതിന് ജീവൻ കൊടുത്തത് അല്ലെ, സിംഹത്തിന്. തെറ്റ് ഞാൻ സമ്മതിച്ചു. ഞങ്ങൾ വലിയൊരു തെറ്റ് സംഭവിച്ചു. ബഡി ഗൽത്തി, വലിയൊരു തെറ്റ് സംഭവിച്ചു. ഷേർ ഹം സബ്കോ ഖാ ജായേ. എന്താ പറഞ്ഞ? ഷേർ നമ്മളെ എല്ലാരും തിന്നും, അങ്ങനെ രക്ഷിക്കും. ഗുരുജി अब मैं अपने ज्ञान से शेर को बकरी बना दूंगा. എന്റെ ജ്ഞാനം, എന്റെ മന്ത്രം വെച്ചിട്ട്, എന്റെ ജ്ഞാനം വെച്ചിട്ട് ഞാൻ ഈ ഷേറിനെ എന്താക്കി മാറ്റും? ബക്കരി. എന്താണ് ബക്കരി പറഞ്ഞ? ആട്. ആടുകൾ നമ്മളെ ആക്രമിക്കൊന്നുമില്ല അല്ലേ. അപ്പൊ നമ്മളുടെ അടുത്തുള്ള ജ്ഞാനം മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാവണം. അതാണ് ഇത് വേണ്ടത്, മനുഷ്യന് വേണ്ടത്. എല്ലാരും നല്ലതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ജ്ഞാനം അഭ്യസിക്കാം. ഗുരു മന്ത്ര പഠിത്താ ഹെ, ഷേർ ബക്കരി ബൻ ജാത്താ ഹെ और മിമിയാനെ ലഗ്താ ഹെ. അങ്ങനെയാണ് മന്ത്രം പഠിച്ച് ഷേർ എന്തായി മാറി? ബക്കരി. മിമിയാനെ മേ മേ പറയൂല ആട്, അതുപോലെ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഷേർ എന്താ ചെയ്ത്? ഗജർ, ദഹാഡന അല്ലെ, അലറി, ദഹാഡ്കർ.
ഷേർ എങ്ങനെന്താ ചെയ്യുക, ദഹാഡ്ക അങ്ങോട്ട് ശബ്ദത്തില് അലറും. പക്ഷെ ബക്രിയോ മിമിമേ മിമേ പറഞ്ഞോണ്ടിരിക്കും. അതാണ് മിമിയാനെ. അതിനാണ് പറയണത്. അങ്ങനെ ഗുരുജിന്റെ ജ്ഞാനം വെച്ചിട്ട് അവരെ രക്ഷിക്കുക ചെയ്തത്. അപ്പൊ ഷേറിനെ എന്തായി മാറ്റി, ബക്രിയാക്കിയിട്ട്. ഗുരുജി പറയാണ്, ശിഷ്യോ ധ്യാൻ രഹേ വഹ് ജ്ഞാൻ ജിസ്സെ അപ്ന യാ ദൂസറോ കാ നുക്സാൻ ഹോ ജ്ഞാൻ നഹീ. മറ്റുള്ളവർക്കോ നഷ്ടങ്ങൾ വരികയാണ്, നുക്സാൻ ഹോ, അത് ജ്ഞാനമല്ല. എന്താണ്, ബൽക്കി അജ്ഞാൻ ഹെ, അത് ജ്ഞാനമല്ല. അത് ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയെ ഹോത്താ ഹെ. അപ്പൊ എന്താണ് സന്ദേശം, ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയെ ഹോത്താ ഹെ. അപ്പൊ അതാണ് ഈ പാഠത്തിന്റെ നമുക്ക് സന്ദേശം. ज्ञान तो सबकी भलाई के लिए होता है, जिसमें अपना और वह ज्ञान, ഏത് ജ്ഞാനം, നമ്മളുടെ മറ്റുള്ളവർക്ക് നഷ്ടങ്ങളെ ബുദ്ധിമുട്ട് തരുന്നത് അത് ജ്ഞാനമല്ല. എന്താണ്, അജ്ഞാനാണ്. അപ്പൊ ഈ വരികൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക. നമ്മുടെ ജീവിതത്തിലും നമ്മൾ അറിവ് നേടുന്നത് മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കണം. സഭി അഭിനേത, കാരണം ഇത് നാടകം പോലെ ഏകാംഗിയല്ലേ, ഒരു സംഭവം നടക്കണത് എവിടെ നടക്കണിപ്പോ, ജംഗൽമേ അല്ലേ. ഈ രംഗം എവിടെ നടക്കണത്, കാട്ടില്. ഏക് സാത്ത് കഹി ബാർ കഹത്തെ ഹെ, എല്ലാരും ഒരുമിച്ച് പറയാണ്. എന്താണ്, ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയെ. സ്റ്റേജിൽ നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് പറയണം. എല്ലാ അഭിനേതാക്കാരും, ആക്ടേഴ്സ്, അഭിനേത പറഞ്ഞ ആക്ടേഴ്സ്. ഏക് സാദാ ബ്രാക്കറ്റിൽ നോക്കിക്കേ, ഏക് സാത്ത് കൈ ബാർ കഹത്തെ, ഏക് സാത്ത് ഒരുമിച്ച് പല പ്രാവശ്യം പറയാണ്. എന്താണ് ഈ പാഠത്തിന്റെ സന്ദേശം, ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയെ ഹോത്താ ഹെ, മറ്റുള്ളവരെ നുക്സാൻ കർനെ കെ ലിയെ നഹീ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനല്ല, നമ്മള് നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മള് വിദ്യ അഭ്യസിക്കേണ്ടത്, ജ്ഞാനം അറിവ് നേടേണ്ടത്. ഇങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാവും. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും അവരെ ദ്രോഹിക്കാനല്ല നമ്മള് വിദ്യ അല്ലെ ജ്ഞാനം അഭ്യസിക്കണം. അപ്പൊ ഇതാണ് ഈ പാഠത്തിന്റെ നമുക്ക് സന്ദേശം കിട്ടുന്ന. 3 രാജകുമാരന്മാര് പഠിച്ച് അവര് വരികയാണ്. പക്ഷെ ആരാണ് വലിയ പണ്ഡിതന്മാര് തെളിയിക്കുമ്പോ അവരുടെ ജീവിതം തന്നെ അവരെ അപകടത്തിൽ പെടുത്താണ്. അവസാനം അവർക്ക് അവരെ തെറ്റ് മനസ്സിലാവും. എന്താണ്, നമ്മൾ ജ്ഞാനം നേടുന്നത് എന്താണ്, മറ്റുള്ളവരെ ഭലായിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്, അവരെ ദ്രോഹിക്കാനോ ഇതിന് നഷ്ടപ്പെടുത്താനോ അല്ല. അപ്പൊ ഇവിടെ 3 രാജ്കുമാരന്റെ കഥയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ഏറ്റവും വലിയ സന്ദേശം എന്താണ്, ജ്ഞാൻ തോ സബ്കി ഭലായി കെ ലിയെ ഹെ. പിന്നെ വിദ്വാന്റെ സ്ത്രീലിംഗം എന്താണ്, വിദൂഷി. സ്ത്രീ പണ്ഡിതന്മാർക്ക് പറയണതാണ് വിദൂഷി. പിന്നെ പുത്രിന്റെ സമാനാർത്ഥി ശബ്ദം ഏതൊക്കെയാണ്, പുത്രിന്റെ പതി പത്നി ബേട്ട, ഏതാ വരിക, ബേട്ട. പുത്രന്റെ സമാന പദം ഏതാണ്, ബേട്ട. അജ്ഞാനിന്റെ വിപരീതം എന്താണ്, ഈ ലൈൻസിൽ തന്നെ ഉണ്ട്. ജ്ഞാൻ ഓപ്പോസിറ്റ് വേർഡ് അജ്ഞാൻ, ദാ കണ്ടില്ലേ, ഇതാണ് ഓപ്പോസിറ്റ് വേർഡ്. ജ്ഞാനിന്റെ വിപരീതം ഏതാണ്, അജ്ഞാൻ. ഇതാണ് ജ്ഞാനിന്റെ ഓപ്പോസിറ്റ്, വിപരീതം. പിന്നെ വഴിയിൽ എന്താ കാണുന്നത്, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനൊന്ന് ടെക്സ്റ്റ് നന്നായി വായിക്കണം, എന്നാലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. വഴിയിൽ എന്താണ് അവര് വഴിയിൽ കാണുന്നത്, എന്താണ്, ഹഡ്ഡിയ. ഹഡ്ഡിയ എല്ല്, അസ്ഥി കൂടാണ്, എല്ലാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹഡ്ഡിയ കാണുന്നു. പിന്നെ അത് ആരാണ്, ഒന്നാമത്തെ രാജകുമാരനാണ് പറയണത്. അത് ആരാ, ഹഡ്ഡിയാണ് അല്ലെ. ആരാണ് പറയണത്, ഇത് സിംഹത്തിന്റെയാണെന്ന് പറയണത് രണ്ടാമത്തെ രാജകുമാരൻ. ഒന്നാമത്തെ രാജകുമാരന് ജീവൻ കൊടുക്കുകയാണ് അല്ലെ. അത് ആലോചിച്ച് വെക്കണേ. രണ്ടാമത്തെ രാജകുമാരനാണ് തിരിച്ചറിയത്. ആരുടെ എല്ലുകളാണ്, ഷേറിന്റെ. പിന്നെ രണ്ടാമത്തെ രാജകുമാറാണ് പറയണത് ഹഡ്ഡിയ ഷേർക്കി ഹെ. ഒന്നാമത്തെ രാജകുമാർ ജീവൻ കൊടുക്കുന്ന, മൂന്നാമത്തെ രാജകുമാർ അതിന് രക്തവും മാംസവും തൊലി കൊണ്ട് കവർ ചെയ്യണത്. ഈ 3 കാര്യങ്ങള് ഓർമ്മിച്ചു വെക്കണം. ഒന്നും കൂടിയും പറയാം.
ഒന്നാമത്തെ രാജ്കുമാർ അതിന് ഷേറിന് ജീവൻ കൊടുക്കുന്നു. ആരാണ് തിരിച്ചറിയുന്നത് ഇത് ഷേറിന്റെ ഹഡ്ഡിയാണെന്ന്? രണ്ടാമത്തെ രാജ്കുമാർ. മൂന്നാമത്തെ രാജ്കുമാർ അതിന് എന്ത് കൊടുക്കണോ? മാംസം, രക്തം, പിന്നെ കാല് പറഞ്ഞ തൊലി, അത് കവർ പറഞ്ഞ കവർ ചെയ്ത് കൊടുക്കും. ജീവൻ കൊടുക്കുന്നത് ഒന്നാമത്തെ രാജ്കുമാരനാണ്. അങ്ങനെ ജീവൻ കൊടുക്കുന്നത് ആരാ പറഞ്ഞത്? ആർക്കാണ് ജീവൻ കൊടുക്കുന്നത്? ഷേര്. അത് ഒന്നാമത്തെ രാജ്കുമാരാണ് ജീവൻ കൊടുക്കുന്നത്. പിന്നെ ഈ 3 രാജകുമാരന്റെ പിന്നിൽ ആരാണ് വന്നിരുന്നത്? ആരെ അവരെ ഫോളോ ചെയ്തിരുന്നത്? ഗുരു അല്ലെ, അവരെ ഗുരുജി. എന്തുകൊണ്ടാണ് ഗുരുജി അവരെ ഫോളോ ചെയ്തിരുന്നത്? അവരെന്തുകൊണ്ടാണ് ഫോളോ ചെയ്തിരുന്നത്? എന്തുകൊണ്ടാണ്? लोगों के अंदर अभी अहंकार बहुत और तुम अपने ज्ञान का नुकसान भी. അതുകൊണ്ടാണ് അവർക്ക് അറിഞ്ഞിരുന്നു എന്താണ്? നിങ്ങളുടെ ഉള്ളില് അഹങ്കാരം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജ്ഞാനത്തിന് വെച്ചിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിൽ ആക്കുവല്ല, നിങ്ങള് ബുദ്ധിമുട്ടിൽ പെടുന്ന ഗുരുജിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഗുരുജി അവര് പിന്നാലെ വന്നത്. അപ്പൊ ഗുരുജി ഷേറിനെ എന്താക്കി മാറ്റി? ബക്കരി പറഞ്ഞ ആട്. രാജകുമാരങ്ങൾ പേടിക്കും. രാജ്കുമാർ ഡർ ജാത്തെ ഹെ. അപ്പൊ ജോ ജ്ഞാൻ പ്രാപ്ത് കർത്താ ഹെ അവരെന്താ പറയാ? ജ്ഞാനി. എന്താ പറയാ? ജ്ഞാനി. പിന്നെ ഏത് ജ്ഞാനമാണ് നല്ലത്, മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നത്, അതാണ് നല്ല വിദ്യ അഭ്യസിക്കുന്നത് ഒരു നല്ല മനുഷ്യനാകാൻ പറ്റും. മറ്റത് അജ്ഞാൻ പറഞ്ഞാല് എന്താണ്? മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നമ്മൾ അങ്ങനത്തെ വിദ്യ സേവിച്ചിട്ട് കാര്യമില്ല. അതാണ് അജ്ഞാൻ പറയണത്. ജ്ഞാനം പറഞ്ഞാ മറ്റുള്ളവരെ, ജ്ഞാനി അല്ലെങ്കിൽ ജ്ഞാനം പറഞ്ഞ വിദ്യ അഭ്യസിക്കുന്ന മറ്റുള്ളവർക്ക് എന്താണ്? ബുദ്ധിമുട്ടിലാക്കാതെ അവരെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ശരിക്കുള്ള ജ്ഞാനിയാണ്. അജ്ഞാനി പറയണ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിൽ പെടുത്തുന്നത് അത് അജ്ഞാനിയായിട്ടാണ് പറയണത്. അപ്പൊ നമ്മുടെ ഈ പാഠത്തെ സന്ദേശം എന്താണ്? വിദ്യ ജ്ഞാൻ തു സബ്കി ഭലായി കേട്ട്. ജ്ഞാനം എപ്പോഴും മറ്റുള്ളവരെ എന്തിനാണ്? നല്ലതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. എന്താണ്? മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അല്ല. നമ്മളെപ്പോഴും അറിവ് നേടണം എന്തിനാണ്? കുറെ അറിവ് നമ്മള് നേടും. പല കാര്യങ്ങളും അറിയാത്തതും ഇപ്പൊ അക്ബറിന്റെ പാഠത്തിൽ നമ്മൾ കണ്ടു. അക്ബർ ഷഹൻഷാ അക്ബർക്കും കോൺ സിക്കായക. അപ്പൊ അതില് ബീർബൽ പറയാണ് നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മറ്റുള്ളവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയുകയും ചെയ്യും, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. അപ്പൊ ഇത് അറിയണമെങ്കിൽ നമ്മൾ നല്ല ഒരു വിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമായി മാറണം. അതുകൊണ്ടാണ് പറഞ്ഞത് ജ്ഞാൻ തോ സബ്കോ ഭലായി കേ ലിയേ ഹി ഹോത്താ ഹെ.